ലോകം കണ്ട അതിക്രൂരന്മാരായ ഭരണാധികാരികളോടില്ലാത്ത വിരോധവും എതിർപ്പും ശത്രുതയും എന്തിനാണ്? എന്തിന്റെ പേരിലാണ്? അതിന്റെ ന്യായമെന്താണ്? അതിന്റെ കാരണമെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ പോലെ ഒരാളോട്, ചരിത്രത്തിന്റെ തെളിവെളിച്ചത്തിൽ ജീവിച്ച ഒരു മനുഷ്യനോട്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നന്മകൾ മാത്രം ലോകത്തിന്റെ മുമ്പിൽ മാതൃക പഠിപ്പിച്ച ഒരു മഹാപ്രവാചകനോട് എന്തിനാണ്? അതിന്റെ കാരണം എന്താണ്? നിങ്ങളോട് നാസ്തികർ അവരുടെ മനസ്സിനോട്, മനസ്സാക്ഷിയോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ഹിറ്റ്ലറോടാണോ മുഹമ്മദ് നബിയോടാണോ കൂടുതൽ വെറുപ്പുണ്ടാവുക? ചരിത്രത്തിൽ മുഹമ്മദ് നബിയോളം നിങ്ങൾ വെറുക്കുന്ന, എതിർക്കുന്ന, ആക്ഷേപിക്കുന്ന, ചീത്ത പറയുന്ന മറ്റൊരാളെ ലോകത്തിന്റെ, ഭൂമിയുടെ, മനുഷ്യ ചരിത്രത്തിന്റെ ഏതെങ്കിലും തലങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങളുടെ വിരോധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആദർശത്തോടാണ്. അത് ഞങ്ങൾക്ക് അറിയാം. എത്ര ശക്തമായി ഊതിയാലും കെട്ടുപോകാത്ത ദിവ്യപ്രകാശത്തെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച മഹാപ്രവാചകൻ തെറി പറഞ്ഞുകൊണ്ട് തകർന്നു പോകുന്ന വ്യക്തിത്വമാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം തകർന്നു പോകുമായിരുന്നു. ആക്ഷേപിക്കാനും തെറി പറയാനും ചീത്ത പറയാനും എല്ലാ കാലത്തും ആളുകൾ ഉണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേരെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറഞ്ഞതിന്റെ പേരിൽ നാസ്തികരുടെ കൂട്ടത്തിലെ ഒരു സാധാരണ വോളണ്ടിയറെ പോലും വ്യക്തിപരമായി ആക്ഷേപിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പറയ്. ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ നേരെ നിങ്ങൾ കൈചൂണ്ട്. ഈ ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം സമർപ്പിക്കുന്ന ആശയങ്ങളുടെ നേരെ നിങ്ങൾ ശബ്ദിക്ക്. നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച സന്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുക. എന്ത് വിമർശനങ്ങളാണോ, ഏത് തരത്തിലുള്ള വിയോജിപ്പുകളും എതിർപ്പുകളും സംശയങ്ങളും ആണോ നിങ്ങൾ ഉന്നയിക്കുന്നത്, അതിന് പണ്ഡിതോചിതമായി ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ കൃത്യമായി നിങ്ങൾക്ക് മറുപടി നൽകും.